ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ അതിരാവിലെ രണ്ടുപേരും കൂടി? അതിരാവിലെ വന്നില്ലെങ്കിൽ വർമ്മ സാറിനെ കാണാൻ പറ്റില്ലല്ലോ. തിരക്കുള്ള ആളല്ലേ. ഞങ്ങള് ഒരു കാര്യത്തിന് വേണ്ടി വന്നതാ. അതിന് വർമ്മ സാറിന്റെ അനുവാദം കൂടി വേണം. ഈ നാശം പിടിച്ചവളെ ഏത് നേരവും കീറിക്കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെയും കാണുമ്പോഴേ എന്റെ സർവാംഗവും വിറയ്ക്കുക. പല പൂച്ചക്കുഞ്ഞും ആയിരുന്നെങ്കിലേ ചാക്കി കെട്ടി എവിടെയെങ്കിലും കൊണ്ട് കളയായിരുന്നു. എടാ, ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യും? എടി, എന്നെ സ്കാൻ ചെയ്യാതെ എന്റെ മുമ്പിൽ പോടി. പൊന്നും മകനെ, അമ്മയ്ക്ക് തന്ന സംഭാവന. ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം. അറിയാലോ, പിന്നെ എന്തിനാ കാണാമെന്ന്? ഈ കരച്ചില് സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഇതൊക്കെ ഞാൻ എത്ര വട്ടം കണ്ടിരിക്കുന്നു. എന്റെ മുമ്പില് ഈ വേഷം കെട്ടലൊന്നും വേണ്ട രമ്യ. ഞാൻ രാജുവിന്റെ മുൻപില് പലതരം വേഷം കെട്ടലുകൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും അതിനെല്ലാം ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. എനിക്ക് രാജുവിനോടുള്ള സ്നേഹം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ പ്രണയത്തിന് എന്റെ പ്രായത്തോളം പഴക്കമുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ എത്രയോ പ്രാവശ്യം നിന്നോട് പറഞ്ഞതല്ലേ രമേ? പറഞ്ഞതാ, ഞാൻ കേട്ടതോ. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എന്റെ മനസ്സിൽ നിന്ന് രാജുവിനെ മായ്ച്ചു കളയാൻ പറ്റുന്നില്ല. എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് പലതും തെറ്റാണെന്ന്. പക്ഷെ എന്റെ ലോകം രാജുവിനോടൊപ്പം ഉള്ളത് മാത്രമാണ്. രാജുവിനെ എനിക്ക് വേണം. എനിക്ക് മാത്രമായിട്ട് വേണം. എന്തൊരു കഷ്ടം രമ്യ ഇതൊക്കെ. രാജു എത്ര വേണമെങ്കിലും എന്നെ കളിയാക്കിക്കോ, എത്ര വേണമെങ്കിലും എന്നെ വഴക്കും പറഞ്ഞു. രാജുവിനെ കല്യാണം കഴിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തില ഞാൻ ഈ തെറ്റൊക്കെ ചെയ്യുന്നേ. എന്നോട് ക്ഷമിക്കണം. രാജു ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. രാജു എന്നെ മറന്നു കഴിഞ്ഞ ഞാൻ മരിക്കും. ഹലോ ഋതിക മാഡം. രാജു എവിടെയാ? ഞാൻ വീട്ടിലാ മാഡം. എന്താ മാഡം വിളിച്ച? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല രാജു. ഞാൻ വെറുതെ ടെൻഷൻ വന്നപ്പോ രാജുവിനെ വിളിച്ചതാ. ടെൻഷനോ? എന്താ മാഡം? കാര്യം എന്താന്ന് വെച്ചാൽ തുറന്ന് പറയും മാഡം. എനിക്ക് ജീവിതത്തില് ഒരു മനസമാധാനവും ഇല്ല രാജു. എന്റെ ലൈഫ് ഇങ്ങനെ കായിപ്പോയി. ആ റോഹന്റെ ശല്യം കൂടുക. ഏത് നേരവും ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു. അവന്റെ ഉപദ്രവം കാരണം ഞാൻ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാ. ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അവൻ എന്നെ വീണ്ടും തിരക്കി വരും. അവനെ കല്യാണം കഴിക്കേണ്ടി വന്നാ ഞാൻ മരിക്കും. മാഡം, മരിക്കാനൊക്കെ എനിക്ക് വലിയ പേടിയാ രാജു. പക്ഷെ മരിക്കല്ലാതെ
മറ്റു ഒരു മാർഗവും ഇല്ലല്ലോ. മാഡം, The subscriber you are calling is switched off. Please try again sometime. The subscriber you are calling is switched off. Please try again. അവളെന്നെ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുന്നത്. അവളെ അങ്ങനെ അങ്ങ് വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. ദിവ്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഇവൻ ഇവിടെ നിന്ന് പോയാൽ മതി. അതകത്തേക്കായാലും ശരി, വീടിന് പുറത്തേക്കായാലും ശരി. ദീപകിന്റെ തലയിൽ ദിവ്യയെ കെട്ടിവെച്ചത് ദിവ്യ ഒരു കുഞ്ഞിന്റെ അമ്മ ആയതുകൊണ്ടാ. പ്രതിക എന്റെ വരുതിക്ക് വരണമെങ്കിൽ അവള് മറ്റൊരു ദിവ്യയാകണം. അങ്കിൾ, നിങ്ങൾ അകത്തേക്കിരിക്കും, ഞാൻ പോരാ. ശരി അങ്കിളെ. അമ്മേ വാ. നേരം പരപരാ വെളുത്തപ്പോഴേക്കും എത്തിയല്ലോ നാശങ്ങൾ. ഗുഡ് മോർണിംഗ് ചെറിയമ്മേ. ഞാൻ ഈ കോഫി ഏട്ടന് കൊടുത്തിട്ട് വരാം. സാർ ഇതൂടെ നോക്കാം. പ്രതാപേട്ട, നമുക്ക് ഇന്ന് കൊടുക്കേണ്ട ഫയലാ. കോഫി. ആ, എന്താ അതിരാവിലെ രണ്ടുപേരും കൂടി? അതിരാവിലെ വന്നില്ലെങ്കിൽ വർമ്മ സാറിനെ കാണാൻ പറ്റില്ലല്ലോ. തിരക്കുള്ള ആളല്ലേ. ഞങ്ങള് ഒരു കാര്യത്തിന് വേണ്ടി വന്നതാ. അതിന് വർമ്മ സാറിന്റെ അനുവാദം കൂടി വേണം.